5 ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ് നോക്കാം. ഒന്നാമത്തത് എയറോഡോക്സ്. എയറോഡോക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് മൊത്തം നിങ്ങൾക്ക് കാറ്റഗറി ആയിട്ട് വളരെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഫയൽ മാനേജർ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കും, ഇത് എല്ലാ ഫോണിലും ഓൾറെഡി വരുന്നതല്ലേ, എന്തിനാണ് പുതിയൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണത് എന്നുള്ളത്. ഇതിനകത്ത് കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ഒന്നാമത്തത്, നിങ്ങൾക്ക് സെക്യൂർ ആയിട്ടുള്ള കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡോക്യുമെന്റ്സും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കോൺഫിഡൻഷ്യൽ സെക്യൂർ വോൾട്ട് എന്ന് പറഞ്ഞൊരു ഭാഗത്ത് വയ്ക്കാം. പിന്നീട് ID കാർഡ്, ആധാർ, പാൻ ഇതെല്ലാം കൂടി ID കാർഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷനിൽ ബാങ്കിൻ്റെ ഡോക്യുമെന്റ്സ്, സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ പാസ്ബുക്ക് ഒക്കെ നിങ്ങൾക്ക് ബാങ്ക് ഡോക്യുമെന്റ്സിൽ വെക്കാം. നിങ്ങളുടെ ഇൻഷുറൻസ് ഡോക്യുമെന്റ്, എഡ്യൂക്കേഷണൽ ഡോക്യുമെന്റ്സ്, പിന്നീട് വെഹിക്കിൾ പ്രൂഫ്സ്, അതായത് RC ബുക്ക്, അതുപോലെ തന്നെ PUC, ഇതെല്ലാം നിങ്ങൾക്ക് ഓരോ കാറ്റഗറി ആയിട്ട് വെക്കാം. ഫോർ എക്സാമ്പിൾ, ഞാൻ വന്ന് നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അയക്കൂ. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് ഓൾറെഡി ഉള്ള ഫയൽ മാനേജർ എടുത്തു കഴിഞ്ഞാൽ എല്ലാം കൂടി ഒരുമിച്ചായിരിക്കും കിടക്കുക. ഇതൊന്നുമില്ല, എയറോഡോക്സ് എടുക്കുക, എന്നിട്ട് ബാങ്ക് ഡോക്യുമെന്റ്സിൽ പോവുക, എന്നിട്ട് നിങ്ങളുടെ പാസ്ബുക്കിന് അവിടെ നിന്ന് കോപ്പി ചെയ്ത് അല്ലെങ്കിൽ ഷെയർ ബട്ടൺ കൊടുത്ത് വാട്സപ്പിൽ അയച്ചു തരാം. സിമ്പിൾ. ഇവിടെ കൊണ്ടൊന്നും തീരുന്നില്ല. ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് നിങ്ങൾ എടുക്കുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ ഒരു ആധാർ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ജസ്റ്റ് താഴെ നിന്ന് മേളിലേക്ക് സ്വൈപ്പ് ചെയ്തിട്ട് ഓട്ടോ സ്കാൻ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ഈ ഓട്ടോ സ്കാൻ കൊടുത്തു കഴിഞ്ഞാൽ AI ഇതിൻ്റെ അകത്തുള്ള ഡേറ്റാസ് മൊത്തം നിങ്ങൾക്ക് അനലൈസ് ചെയ്തതിന് ശേഷം ഓരോ കാറ്റഗറി ആയിട്ട് ടെക്സ്റ്റ് ആയിട്ട് താഴെ എഴുതി തരും. ഫോർ എക്സാമ്പിൾ, നിങ്ങളടുത്ത് ചോദിക്കുകയാണ്, നിങ്ങളുടെ ആധാറിലുള്ള അഡ്രസ്സും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും തരും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റ് ഫയൽസിൽ നിന്ന് എന്ത് ഡേറ്റയാണോ വേണ്ടത് അത് കോപ്പി ചെയ്ത് അത് മാത്രമായിട്ട് കൊണ്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കാനും പറ്റും. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. യൂഷ്വലി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ നമ്പർ ഓരോരുത്തുനിന്ന് തപ്പി പിടിച്ചിട്ട് എന്നെ വിളിക്കാറുണ്ട്. പൊതുവേ നമ്മളൊരു 10 കോൾ കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്തൊരു 8 കോളും ബ്രോ എൻ്റെ ഫോൺ ആരോ ഹാക്ക് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, എൻ്റെ കോൾ ലിസ്റ്റുകൾ ആരെങ്കിലും ഒക്കെ അറിയുന്നുണ്ടെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് മൊത്തം ആരോ നോക്കുന്നത് പോലെ തോന്നുന്നു, അല്ലെങ്കിൽ ഞാൻ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നപ്പോഴും അല്ലെങ്കിൽ വെറുതെ ഫോൺ വെച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ ക്യാമറ ഓൺ ആണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ക്യാമറ ഓൺ ആവുന്നത് പോലെ ലൈറ്റൊക്കെ കത്തുന്നുണ്ട് എന്നിങ്ങനെ കുറേ കംപ്ലയിൻറ്റ്സ് വരുന്നുണ്ട്. യൂഷ്വലി നിങ്ങൾക്കൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ ഉറപ്പായിട്ടും വിളിക്കാം, ഞാൻ കോൾ എടുക്കും. പക്ഷേ എന്നെ വിളിച്ചാൽ കിട്ടാത്തൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് കേപ്പബിൾ ആവണം. അതിനായിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം, പെർമിഷൻ പൈലറ്റ്. ഈ പെർമിഷൻ പൈലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് എൻ്റെ ഫോണിനകത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് എത്ര ആൻഡ്രോയിഡ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്ന് അതിനകത്ത് കാണിക്കും. അതിൻ്റെ അകത്ത് ആപ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ഏതൊക്കെ ആപ്ലിക്കേഷനാണ് നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് ഉള്ളതെന്ന് അറിയാനായിട്ട് പറ്റും. ഇനി പെർമിഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഗം ഇതിനകത്തുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ക്യാമറ, നിങ്ങളുടെ ക്യാമറ ആക്സസ് ചെയ്യുന്ന എത്ര ആപ്ലിക്കേഷനാണുള്ളത്. നിങ്ങളുടെ മൈക്രോഫോൺ ഒരു ഡോക്യുമെൻറ്റ് സ്കാനർ എടുക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ സംശയിക്കണം. കാര്യം ഒരു ഡോക്യുമെൻറ്റ് സ്കാനർ ആപ്ലിക്കേഷൻ ഒരു കാരണവശാലും മൈക്കിൻ്റെ അല്ലെങ്കിൽ മൈക്രോഫോൺ ആക്സസ് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങളെ കുറച്ചൊന്ന് കേപ്പബിൾ ആക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉത്തരവാദിത്തം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, പെർമിഷൻ പൈലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ട് ഉപയോഗം ഉണ്ടാവും. അടുത്തത് ഒരു ആപ്ലിക്കേഷൻ അല്ല, പക്ഷെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള വെബ്സൈറ്റാണ്. ഇൻ ഫ്യൂച്ചർ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ വന്നേക്കാം കേട്ടോ. എനിക്ക് പൊതുവേ ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് ഞാൻ എന്തോന്നറിയേ, എനിക്കിങ്ങനെ TV ഫ്രണ്ടിൽ വന്നിരുന്നിട്ട് എനിക്ക് ചിലപ്പോൾ ബിസിനസ് റിലേറ്റഡ് മൂവീസ് കാണാനായിരിക്കും മൂഡ്, അല്ലെങ്കിൽ സയൻസ് ഫിക്ഷൻ കാണാനായിരിക്കും മൂഡ്, അല്ലെങ്കിൽ ആക്ഷൻ ത്രില്ലേഴ്സ് കാണാനായിരിക്കും മൂഡ്, ചില സമയത്ത് റൊമാൻസ് ആയിരിക്കും മൂഡ്. അപ്പോൾ എൻ്റെ മൂഡിനനുസരിച്ചിട്ടുള്ള സിനിമ കാണാൻ വേണ്ടിയിട്ട് ആമസോൺ പ്രൈമിൽ കയറി നോക്കുക, എന്നിട്ട് ആമസോൺ പ്രൈം ക്ലോസ് ചെയ്തിട്ട് നെറ്റ്ഫ്ലിക്സിൽ പോവുക. ഇങ്ങനെ ചടങ്ങ് പരിപാടിയുടെ ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾ ക്രോമിൽ പോയതിന് ശേഷം app.moveme.tv എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിലേക്ക് പോവുക. ഇവിടെ നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒന്ന് സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഐ വാണ്ട് ടു ഫീൽ എന്ന് പറഞ്ഞിട്ടൊരു ഡയലോഗ് ബോക്സും അതുപോലെ തന്നെ ഒരു വെബ് പേജ് വരും. ഇവിടെ നിങ്ങൾക്ക് കുറേ കാറ്റഗറീസ് അവർ തന്നെ കൊടുത്തിട്ടുണ്ട്. അതൊന്നും പോരാ, നിങ്ങളുടെ മൂഡ് എന്താണെന്നുള്ളത് ഇതിനകത്ത് നിങ്ങൾക്ക് ഇമോജി ആയിട്ടോ അല്ലെങ്കിൽ ഒരു വേർഡായിട്ടോ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ, ലവിൻ്റെ ഇമോജി ഇട്ടിട്ട് സെർച്ച് ബട്ടൺ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി AI ആ ഒരു ഇമോജി ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് മൂവീസും സീരീസും ഇതിനകത്ത് റെക്കമെൻഡ് ചെയ്ത് നിങ്ങൾക്ക് തരും. ഇങ്ങനെ നിങ്ങൾക്ക് AI കൊണ്ടുതരുന്ന സിനിമകളുടെ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലായിരിക്കും. ഇതിനെ നിങ്ങൾക്ക് കുറച്ചുകൂടി സോർട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയെന്ന് അറിയാമോ, ഫിൽറ്റർ എടുത്തതിന് ശേഷം ഏത് വർഷത്തിനിടയ്ക്ക് ഇറങ്ങിയിട്ടുള്ള സിനിമകളാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് കൊടുക്കാം. അതുപോലെ തന്നെ IMDb റേറ്റിംഗ് എത്ര വേണമെന്നുള്ളത് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് പ്രിഫേർഡ് ആയിട്ടുള്ള ജോൺറ കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ എക്സൈറ്റിംഗ് ആക്കുന്ന ഒരു ഫീച്ചർ എന്താണെന്ന് അറിയാമോ, ലെഫ്റ്റ് സൈഡിലായിട്ട് സർവീസ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. ഈ സർവീസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷനുള്ള OTT പ്ലാറ്റ്ഫോംസ് മാത്രം അതിനകത്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്ത് തരുന്ന സിനിമകൾ അതിൻ്റെ അകത്തൊക്കെ ഉള്ളതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു സിനിമയുടെ പോസ്റ്റർ കണ്ടിട്ട് അല്ലെങ്കിൽ ട്രെയിലർ കണ്ട് ഇഷ്ടപ്പെട്ടു, നിങ്ങൾ നോക്കപ്പോൾ അത് ആപ്പിൾ TV മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡിസപ്പോയിൻറ്റിങ് ഫീൽ ഒന്നും വരില്ല. നിങ്ങളുടെ കയ്യിലുള്ള OTT പ്ലാറ്റ്ഫോംസ് മാത്രം സെലക്ട് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് സോർട്ട് ചെയ്തെടുക്കാൻ പറ്റും.
എനിക്ക് ഈ ഒരു വെബ്സൈറ്റ് കിട്ടിയപ്പോൾ ഭയങ്കര വലിയ റിലാക്സേഷനാണ് ഉണ്ടായത്. ജസ്റ്റ് ബിസിനസ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള മൂവീസ് വരും. എൻ്റെ കയ്യിൽ ആമസോൺ പ്രൈമും സൺ നെക്സ്റ്റും അതുപോലെ തന്നെ സോണി ലിവ്, ആപ്പിൾ TV പ്ലസ്, നെറ്റ്ഫ്ലിക്സ് ഇത്രയാണുള്ളത്. അതിൻ്റെ അകത്തുള്ള സാധനങ്ങൾ മാത്രം എനിക്ക് കാണാനും പറ്റും. അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പഠിക്കുന്ന പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾ ഈ സിറ്റുവേഷൻ ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ടീച്ചർ നോട്ട്സ് ഒക്കെ ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് ഉള്ള ഒരു ഓഡിയോ ആയിട്ട് അയച്ചു തരാണ്. അപ്പോൾ അതിനെ മൊത്തത്തിൽ നിങ്ങൾ ടൈപ്പ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ട്രാൻസ്ക്രൈബർ ഫോർ വാട്സപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്. ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഓഡിയോ കാണുമല്ലോ റിസീവ് ആയിട്ടുള്ള, ആ ഓഡിയോയിൽ ക്ലിക്ക് ചെയ്യുക വാട്സപ്പിൽ. എന്നിട്ട് ജസ്റ്റ് ഷെയർ ബട്ടൺ കൊടുക്കുക. എന്നിട്ട് ട്രാൻസ്ക്രൈബർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഓഡിയോയ്ക്കകത്തുള്ള എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് ടെക്സ്റ്റ് ഫോമിൽ ടൈപ്പ് ചെയ്ത് ഈ സാധനം തരും. അതിനെ ജസ്റ്റ് കോപ്പി ചെയ്ത് നിങ്ങളുടെ ഒരു നോട്ടായിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി തീർന്നു. സിമ്പിൾ. അപ്പോൾ എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആവണമെന്നില്ല. നിങ്ങൾക്ക് ഇത് എവിടെയൊക്കെയാണ് യൂസ്ഫുൾ ആയിട്ടുള്ളത് എന്നുള്ളത് ഒന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. അടുത്തത് നമുക്ക് എപ്പോഴും കിട്ടുന്നതാണ് വാൾപേപ്പർ ആപ്ലിക്കേഷൻ. ഞാനൊരു വാൾപേപ്പർ ആപ്ലിക്കേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. കിഡ് സാധനം എന്ന് പറഞ്ഞാൽ കിഡ് സാധനം, മപ്പ് സാധനം, WALLWOW. ഈ ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് എല്ലാ കാറ്റഗറിയിലുള്ള വാൾപേപ്പറും ഉണ്ട്. കുറച്ച് ആഡൊക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. എന്നാലും അത്യാവശ്യം നിങ്ങൾക്ക് നല്ല ഹൈ ക്വാളിറ്റിയിലുള്ള നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇഷ്ടം പോലെ വാൾപേപ്പേഴ്സ് ഉണ്ട്. സ്പൈഡർമാൻ്റെ വാൾപേപ്പർ ഉണ്ട്. ക്യൂട്ട് സ്പൈഡർമാനൊക്കെ ഉണ്ട്. അതായത് ഭയങ്കര രസമാണ്. GTA 5 വാൾപേപ്പർ ഉണ്ട്. അതായത് GTA 5 അകത്ത് ഒരു ചേച്ചി ഇങ്ങനെ വന്നിരിക്കുന്ന ഒരു ഫോട്ടോ ഇല്ലേ, ഇതിൻ്റെയൊക്കെ വാൾപേപ്പർ നല്ല ഹൈ ക്വാളിറ്റിയിൽ കിട്ടും. ഇതേപോലത്തെ ഇഷ്ടം പോലെ വാൾപേപ്പേഴ്സ് ഉണ്ട്. ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തൊരു 2 കാറ്റഗറിയാണുള്ളത്. ട്രെൻഡിങ് കാറ്റഗറിയും അതുപോലെ തന്നെ ലേറ്റസ്റ്റും. ലേറ്റസ്റ്റിനകത്ത് ഇതേപോലത്തെ മിനിമൽ ആയിട്ടുള്ള വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടും. ഇതേപോലത്തെ സൂപ്പർ എക്സൈറ്റിംഗ് ആയിട്ടുള്ള വാൾപേപ്പേഴ്സും ഇതിനകത്ത് കിട്ടും. അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് ആഡ് മാത്രം സഹിച്ചാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ 5 ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഉറപ്പായിട്ടും ഡൗൺലോഡ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ഇഷ്ടപ്പെട്ട ആപ്പ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇൻസ്റ്റാഗ്രാമിൽ മെൻഷൻ ചെയ്യുക. എനിക്ക് കാണാൻ താല്പര്യമുണ്ട്. അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ആപ്പ് സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതും കൂടി കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു.